ഇതേപോലെ ഒരു തൈര് കറി വെറും സെക്കൻഡുകൾക്കുള്ളിൽ റെഡിയാക്കല്ലെന്ന്. ഉച്ചക്ക് ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പടപടാന്ന് നല്ല കിട്ടില്ല ചോറുണ്ണ. അപ്പൊ ഫുൾ വീഡിയോ നോക്കല്ലേ? അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ മറക്കല്ലേ. ഈ കാണുന്ന പോലത്തെ ഒരു മോര് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ബോൾ എടുക്കുക. ആ ബോളിലേക്ക് തൈര് അങ്ങോട്ട് ഇടുക. തൈര് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇച്ചിരി വെള്ളം കുറച്ചേട്ടാ, ഒറ്റയ്ക്ക് ചേർക്കല്ലേ. അത് കഴിഞ്ഞ് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൽ എന്തെല്ലെങ്കിലും ഒരു ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും പൊട്ടിക്കണം കേട്ടോ. അപ്പോഴാണല്ലോ നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇച്ചിരി നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി കടുക് അതവിടെ കിടന്ന് കടകടാണ്ട് പൊട്ടിക്കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി കറിവേപ്പില അതും കിടന്നങ്ങോട്ട് പൊട്ടും. കറിവേപ്പില അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മളങ്ങനെ ഇന്ത്യൻ കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇളക്കി നമ്മൾ അതിനെ ഒന്നും അങ്ങോട്ട് മൂക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ സബോള, നമ്മുടെ സബോളേ ചുവന്ന സബോള കുനുകുനാന്നുണ്ട് ഇരുന്നത് അതും അതിലേക്ക് ഇട്ട് ഒന്നങ്ങോട്ട് ഇളക്കി അതിനൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നു. അത്ര മതി. അധികം നേരം ഒന്നും വേണ്ട കേട്ടോ സോഫ്റ്റ് ആവാനായിട്ട്. ഒരു മിനിറ്റ്. അതിൻ്റെ മുൻപ് കുറച്ച് പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ എരിവൊക്കെ വേണ്ടേ, എന്നാലല്ലേ ഒരു ചുടി ഉണ്ടാവുള്ളൂ കറിക്ക്. അതും കഴിഞ്ഞിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആ കളറിനും സ്വാദിനും വേണ്ടി അതും അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് കൂടരുത്, ഉപ്പ് ഇട്ട് അതിനൊന്ന് ഇളക്കി അതിനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഒത്തിരി നേരം വേണട്ടോ, ഒരു മിനിറ്റിനുള്ളത് സാധനം റെഡിയാവും. സാധനം സോഫ്റ്റാവും. ആ സോഫ്റ്റായി കഴിഞ്ഞാൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം മറക്കല്ലേ, തീ ഓഫ് ചെയ്തിരിക്കണം. ശേഷം ആ തൈര് അതിൻ്റെ ഉള്ളിലേക്ക് അത് ചേർത്ത് വെറുതെ ചുമ്മാ ആ തവി കൊണ്ട് അത് ഇളക്കിണ്ട് പിടിച്ച് കഴിഞ്ഞു സാധനം റെഡിയാണ്. അധികം നേരം വേണ്ടല്ലോ, മിനിറ്റിനുള്ളിൽ സാധനം റെഡി. ചൂടുള്ള ചോറിന്റെ മുകളിൽ കണ്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടേ പപ്പടം ഉണ്ട്, മിളകുണ്ട്. തിന്നാം. ഇറക്കി ഇങ്ങനെ മിളക് കുടിക്കാം. മിളകും കടിച്ച് ഇങ്ങനെ തിന്നണ്ടേ. ആസ്വദിച്ച് തിന്നമേ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ബൈ.